ഹലോ അസ്സലാമു അലൈക്കും. ഉള്ളിൽ നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പുവട ഉണ്ടാക്കിയാലോ. ഇതൊരു സ്പെഷ്യൽ പരിപ്പുവടയാണ്. അതിനായിട്ട് നമുക്കിതാ 1 കപ്പ് കടലപ്പരിപ്പും 1 കപ്പ് മൈസൂർ പരിപ്പും ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് എടുക്കാം. പിന്നെ ഇതാ ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇങ്ങനെ കല്ലിലിട്ടോ മിക്സിയിലിട്ടോ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പരിപ്പ്, ചെറുതായി അരിഞ്ഞ് വെച്ച സവാള, ഇതാ പരിപ്പിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ തംബ്നെയിൽ നിങ്ങൾ കണ്ട സ്പെഷ്യൽ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതാ ചേർത്ത് കൊടുക്കാം നമുക്കത്. ഒന്നിതാ ക്യാരറ്റാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്. പിന്നെ ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുന്നത്ര ഇതിന് ടേസ്റ്റ് കൂടും. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് മല്ലിയിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഒരു കൈ കൊണ്ട് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം, മറ്റേ കൈയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നേരെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.